തിരുവനന്തപുരത്തു നിന്നും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു വാർത്ത ഓരോ മാതാപിതാക്കളുടെയും ഉറക്കം കെടുത്തുന്നതാണ്. സ്വന്തം മകന്റെ ഭാവി നന്നാക്കാൻ ചെയ്ത ആ ഒരു പ്രവൃത്തി അവരുടെ മകനെ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കെത്തുമെന്ന് ആ മാതാപിതാക്കൾ ഒരിക്കലും കരുതി കാണില്ല. ഒരു സാധാരണ സ്കൂൾ ദിവസം കഴിഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലെത്തിയതായിരുന്നു 10ാം ക്ലാസ്സുകാരനായ വൈകാശ്. എന്നാൽ രാത്രി 9:30 മുറിയിൽ കയറി വാതിലടച്ച മകൻ 10:30 കഴിഞ്ഞിട്ടും പുറത്തേക്ക് വന്നില്ല. പരിഭ്രാന്തരായ മാതാപിതാക്കൾ ജനലിലൂടെ നോക്കിയപ്പോൾ കണ്ടത് നെഞ്ച് തകർക്കുന്ന കാഴ്ചയായിരുന്നു. അയൽവാസികൾ ഓടിക്കൂടി വാതിൽ ചവിട്ടിപ്പൊളിച്ച് ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. വെറും ഒരു ചെറിയ കാര്യത്തിന്റെ പേരിലുണ്ടായ പിണക്കമാണ് ഈ വലിയ ദുരന്തത്തിൽ കലാശിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കട PR വില്യംസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ കുറ്റിച്ചൽ അരികിൽ സ്വദേശി വൈകാശ് എന്ന 15-കാരനാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം സ്കൂളും ട്യൂഷൻ സെന്ററും കഴിഞ്ഞ് വീട്ടിലെത്തിയ വൈകാശ് അമ്മയോടും അച്ഛനോടും ഫോൺ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 10ാം ക്ലാസ്സിലെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഫോൺ നൽകില്ലെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. തുടർന്നുണ്ടായ ചെറിയൊരു പിണക്കം ചെന്ന് അവസാനിച്ചത് ആർക്കും താങ്ങാൻ കഴിയാത്തൊരു വലിയ ദുരന്തത്തിലാണ്. ഈ സംഭവത്തിന് തൊട്ടു മുൻപുള്ള ദിവസം വൈകാശിന്റെ സ്കൂളിൽ PTA മീറ്റിംഗ് നടന്നിരുന്നു. മോൻ 10ാം ക്ലാസ്സിലാണ്. പഠനത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് അധ്യാപകർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ മാതാപിതാക്കൾ മകന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിവെക്കാൻ തീരുമാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഡിജിറ്റൽ ലോകത്തെ അമിത സ്വാധീനം നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണിത്. ചെറിയൊരു വിലക്കോ ശാസനയോ പോലും താങ്ങാൻ കഴിയാത്ത രീതിയിൽ കൗമാരപ്രായം മാറിക്കൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കണം, അവരെ കേൾക്കണം. അതുപോലെ കുട്ടികളും മനസ്സിലാക്കുക, ഈ ലോകത്ത് നിങ്ങളെക്കാൾ വലുതായി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മറ്റൊന്നുമില്ല എന്ന്. വൈകാശിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇത്തരം വാർത്തകൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.